എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ലൈവ് ആരംഭിക്കുകയാണ്. പൂമുഖം ഇന്ന് അതിഥിയായി ഡോക്ടർ കെ മുരളീധരൻ നായരാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം വാസ്തു ശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും വാസ്തു ആചാര്യനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയുമാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ഇന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം രതീഷ് എന്ന് പറഞ്ഞ് കട്ടപ്പനയിൽ നിന്ന് ഉള്ള രതീഷിൻ്റെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. രതീഷ് വീട് വയ്ക്കാനായിട്ട് ഭൂമി വാങ്ങിച്ചപ്പോൾ ഭൂമിയുടെ ഒരു സൈഡിൽ കുളമുണ്ട് എന്നുള്ളതാണ്. തെക്ക് ഭാഗത്തായിട്ടാണ് കുളം വരുന്നത്. അപ്പോൾ ആ തെക്ക് ഭാഗത്ത് കുളം വരുമ്പോൾ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ പൂമുഖം എങ്ങോട്ട് വയ്ക്കണം എന്നുള്ളതും, അവിടെ കുളമാണെങ്കിൽ അങ്ങോട്ട് പൂമുഖം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ദോഷം ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ദിശയിലോട്ടാകാം എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ളൊരു രാജശേഖരൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വീട് വയ്ക്കാൻ വസ്തുവൊക്കെ വാങ്ങിച്ചു, ഒരു ഭാഗത്ത്, ഏത് ഭാഗമെന്ന് പറഞ്ഞിട്ടില്ല രാജശേഖരൻ, അതുകൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്തെങ്കിൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് മറുപടി തരാമായിരുന്നു. ഒരു സൈഡിൽ റോഡും ഒരു സൈഡിൽ കുളവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് റോഡും ഒരു സൈഡ് കുളം. അപ്പോൾ അതിലേത് സൈഡ് പൂമുഖം എടുക്കണം എന്നുള്ളത് ഒരു ദിക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കറക്റ്റായിട്ടുള്ള മറുപടി പറയുമ്പോൾ രാജശേഖരൻ അത് ഒരു പ്രശ്നമായിട്ട് വരും. ഒന്ന് ശ്രദ്ധിച്ചോ എന്തായാലും. സാധാരണ നമ്മൾ നമുക്കൊരു ലാൻഡ് വാങ്ങി, ആ ലാൻഡ് ഇപ്പോൾ റോഡുള്ളതുകൊണ്ട് ആ റോഡിൻ്റെ സൈഡ് കണക്കാക്കിയാണ് ലാൻഡ്. പക്ഷേ അത് തെക്ക് ദർശനമാണ്. തെക്ക് ഭാഗത്താണ് ആ ലാൻഡിൻ്റെ തെക്ക് ഭാഗത്താണ് റോഡുള്ളത്. സ്വാഭാവികമായിട്ടും പബ്ലിക് വേ എന്നുള്ളതിൽ നമ്മൾ റോഡിന് ആവശ്യമായിട്ട് വീട് വയ്ക്കും, സ്വാഭാവികം. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് കുളം അല്ലേ? അതിൻ്റെ അപ്പുറത്താണ് കുളം. അപ്പോൾ അതിനപ്പുറത്ത് കുളം വരുമ്പോൾ, അതായത് ഒരു സൈഡിൽ കുളം ഒരു സൈഡിൽ റോഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിശയിലായിരിക്കും എന്നുള്ള. അപ്പോൾ ഏത് സൈഡ് പൂമുഖം? അല്ലാത്ത തെക്ക് ഭാഗത്തെ റോഡും റോഡിന് അപ്പുറത്ത് കുളമല്ല. കുളം അല്ല. അതൊരു കേസ്. രണ്ട് കേസാണ്. അപ്പോൾ ഇത് പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലാൻഡ് വാങ്ങുമ്പോൾ, ലാൻഡ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ലാൻഡ് വാങ്ങുമ്പോൾ പബ്ലിക് വേ, പൊതുവഴി എവിടെയുണ്ടോ അതാണ് രാജവീതി എന്നൊക്കെ പറയുന്നത്. അതിന് അഭിമുഖമായിട്ട് ഫ്രണ്ട് കൊടുക്കും, സ്വാഭാവികമാണത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് തെക്ക് ദർശനമായിട്ട് വരും. തെക്ക് ദർശനമായിട്ടുമ്പോൾ നമ്മൾ വീട് വച്ചിരുന്നാലും നേരെ നോക്കുന്നത് തെക്കിൻ്റെ അപ്പുറത്ത് കുളമാണ്, വലിയ ജലാശയമാണ്. അത് നല്ലതല്ല. എന്നാൽ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ആണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് എന്താണ് പോംവഴി എന്ന് ചോദിച്ചിരുന്നാൽ നമുക്ക് വാങ്ങിപ്പോയി നമുക്ക് ചെയ്യാം. ആ വീടിൻ്റെ ദർശനം പ്രധാനപ്പെട്ട വാതിൽ കിഴക്കോട്ട് മാറ്റി വയ്ക്കണം. എലിവേഷനൊക്കെ തെക്കോട്ടൊക്കെ വടത്തക്കരിലാക്കിയിട്ട് പ്രധാനപ്പെട്ട വാതിൽ തുറക്കുമ്പോൾ അതിൻ്റെ ദർശനം നിൽക്കുന്നത് കിഴക്കോട്ട് ആക്കി മാറ്റി ആ വീട് പണിയാം. അല്ലാതെ ഒരിക്കലും പണിയരുത്. അപ്പോൾ ആ കേസ് ശരിയായി. ഇനി അടുത്ത ഏതാണ്? രണ്ടാമത്തെ കേസ് പറഞ്ഞു വെച്ചാൽ ഒരു സൈഡ് കുളം ഉണ്ട്, ഒരു സൈഡിൽ റോഡും ഉണ്ട്. ഏത് സൈഡിലേക്കാണ് പൂമുഖവാതിൽ വെക്കേണ്ടതെന്നുള്ളതാണ്. അത് ദിക്കില്ല. അതാണ് ഞാൻ രാജശേഖരൻ ചോദിച്ചത്. അത് ദിക്ക് പറഞ്ഞിട്ടില്ല. ദിക്ക് അപ്പോൾ നമുക്കെപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധാരണയിൽ നമുക്ക് ഒരു വീട് പണി കഴിപ്പിക്കുകയാണ്. അതിന് രാജവീതി എന്നുള്ളൊരു കണക്കിൽ നമുക്ക് എവിടെയായിരുന്നാലും ലാൻഡിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് റോഡുണ്ടെങ്കിൽ റോഡിന് അഭിമുഖമായിട്ട് തന്നെ നമ്മൾ സാധാരണ വീട് വയ്ക്കും. ഈ പറയുമ്പോഴാണ് ചില കാര്യങ്ങൾ. ഈ അടുത്ത കാലത്തൊരു പരാതിയായിട്ട് എൻ്റെ മുമ്പ് വന്നൊരു കേസാണ്. നമുക്കതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവർ പറയുന്നത് ദേവസ്വം ബോർഡിന് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നേ, നമുക്കൊരു പരിധിയുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൊരു ചെറിയൊരു അമ്പലമാണ്, വർഷക്കാലങ്ങളായിട്ടുള്ള അമ്പലമാണ്. പക്ഷേ അവിടെ സാധാരണ ഒരു മൂലപ്രതിഷ്ഠയും മറ്റുള്ള കാര്യങ്ങളേ ഉള്ളൂ, ഉപപ്രതിഷ്ഠയും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ പഴയ ഒരു തറവാടായിരുന്നു. അപ്പോൾ തറവാട് ഭാഗിച്ച് 4 ഭാഗിച്ച് ഒരു സൈഡാണ് ഈ പറഞ്ഞ പരാതിക്കാരന് കിട്ടിയത്. അയാളൊരു വീട് വയ്ക്കാൻ നേരത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തിൻ്റെ അവിടുത്തെ ഉപദേശ സമിതി അവരെല്ലാം കൂടെ ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു നാഗരെ പ്രതിഷ്ഠിച്ചു. പുതിയതായിട്ടാണ്, പഴയ അമ്പലമാണ്, അത്ര വലിയ അമ്പലമൊന്നുമല്ല. അപ്പോൾ ഇത് പുള്ളിയുടെ വീടിനോട് മതിലിനോട് ചേർന്നാണ്. ആ സമയത്തെ വല്ലാത്തൊരു വിഭ്രാന്തി. വിഗ്രഹം വന്നുപോയി, എൻ്റെ കുടുംബത്തിന് വേറെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഇത് ആരോടെ പറയാൻ, കാരണം അതൊന്നും നമുക്ക് പറയാനും മറ്റൊന്നും പറ്റില്ല. ഉപദേശ സമിതി ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളാകുമ്പോൾ അവിടെ ഉപദേശ സമിതി എടുക്കുന്നത് പതിവാണ്. അവരെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ നോക്കുന്നത്.
എങ്കിലും ദേവസ്വം ബോർഡ് അനുമതി കൊടുത്താലേ അവർക്ക് പണിയാനും പറ്റുള്ളൂ. പക്ഷേ അത് സ്വാഭാവികമായിട്ട് ഇപ്പം സ്ഥപതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ തന്നെ തന്നിരിക്കുക, ഞാൻ തന്നെ ചിലപ്പോൾ അത് പുറപ്പെട്ടു പോയിരിക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. ദേവസ്വം ബോർഡിനകത്തുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് വന്ന് ഇനി എന്ത് പോംവഴി? ഇപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കുമ്പം നാഗരുടെ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെ വീട് നിൽക്കുന്നത് കറക്റ്റ് കിഴക്ക് ദർശനമാണ്. അപ്പോൾ ഏകദേശം അഭിമുഖമായിട്ട് വരുന്നു. നേരെയല്ല, കുറച്ച് മാറിയാണ്. അത് പകുതി നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രയാസമാണ്. അതിലെന്തെങ്കിലും അപാധയുണ്ടോ എന്നുള്ള ഒറ്റ പ്രധാനം. അപ്പോൾ അതിനി ഞാൻ പറഞ്ഞു കൊടുത്തു, വേറെ വഴിയില്ല. പ്ലെയിനായിട്ട് കിടക്കുകയാണെങ്കിൽ മുള വെച്ച് മറയ്ക്കാൻ പറയും. മുള നടുമ്പോൾ ഒന്ന് കുറച്ചൊന്നും മറയും. പിന്നെ ഈ മുള എന്ന് പറയുന്നത് ഒരു വളരെയധികം പോസിറ്റീവായിട്ട് തരണതാണ്. അത് ചെറുതായിട്ട് വന്ന് കുറച്ച് വളർന്ന് വരുന്നോളും. അങ്ങനെ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്ത് അതിനെ ശരിയാക്കി വിട്ടു. അല്ല, നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ പ്രധാനമായിട്ട് വരുന്നത് വെച്ചാൽ ഈ തെക്ക് ദർശനത്തിൽ വരുന്നതായാലും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ റോഡിന് അഭിമുഖമായിട്ട്, ഇപ്പോൾ തെക്കാണ് റോഡുള്ളതെങ്കിൽ റോഡിൻ്റെ അവിടെ ആയിരിക്കുമല്ലോ പൂമുഖം വരുന്നത്. അങ്ങനെ പൂമുഖവാതിലിൽ നേരെ ഗേറ്റ് വെക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ തെക്ക് ദർശനമാണെങ്കിൽ തെക്കോട്ട് തന്നെ ഗേറ്റ് വെക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? കാരണം ഈ തെക്ക് മൊത്തത്തിൽ ഭീതിയാണല്ലോ. നമുക്ക് തെക്ക് ദർശനമുള്ള വീടാണെങ്കിൽ അതായത് പ്രധാനപ്പെട്ട വാതിൽ എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് അതാണ് ദർശനം എന്ന് പറയുന്നത്. തെക്കോട്ടാണ് നോക്കിയാൽ തെക്ക് തന്നെയാണ് ദർശനം. നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ മുൻവശത്ത് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞു പോവുക. നേരെ ഗേറ്റ് പാടില്ല. പ്രധാനപ്പെട്ട അത് ഏത് ദിക്കായിരുന്നാലും ശരി, പ്രധാനപ്പെട്ട വാതിന് നേരെ ഗേറ്റ് കൊടുക്കരുത്. സമ്പത്ത് നിൽക്കില്ല. എന്നാൽ പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീട് അതിനാക്കുകയാണെങ്കിൽ നേരെ വാതിലും ഗേറ്റുമൊക്കെ ആവാം. ആ കണക്ക് വേറെ ഈ കണക്ക് വേറെ, രണ്ട് രീതിയാണ്. പല ആൾക്കാർക്കും ഇപ്പോൾ അതൊന്നും അവർക്ക് പണ്ടത്തെ കണക്കിനെ പിടിച്ചു വെച്ച് പോവുകയാണ്. മയ്യം പിടിയെന്ന ഒരു പണ്ടത്തെ ഒരു നാടൻ ഭാഷകളൊക്കെ പിടിച്ചു വെച്ചിട്ട് ഈ പണിക്കാർ എന്നെ പിടിച്ചു കൊടുക്കും. നേരെ വെക്കരുത്. നേരെ ഗേറ്റ് ഇല്ലെങ്കിൽ ഒരു ഹോളെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചില വീടുകളിൽ, അതിപ്പോഴും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ കാര്യം സാർ പറഞ്ഞാൽ ഈ ഇറങ്ങിപ്പോകുന്നതിലൊരു പ്രശ്നം. ചില ആൾക്കാർ ഒരു ഡീവിയേഷൻ ഒക്കെ വരുന്നത്. ഇപ്പോൾ പൂമുഖം നേരെ തെക്കോട്ടാണ് പൂമുഖം, എന്നാൽ അവർ ഇറങ്ങിപ്പോകുന്നത് പൂമുഖം പടി ഇറങ്ങിയിട്ട് വലത്തോട്ടേക്ക് ഒരു ഡീവിയേഷൻ, അങ്ങനെ ഒരു ഡീവിയേഷൻ അങ്ങനെ പാടും ഒരിക്കലും പാടില്ല. ഇപ്പോൾ തെക്ക് ദർശനം നോക്കും പല ആൾക്കാരും നിങ്ങളൊരു കാര്യം ചെയ്യാതെ നിങ്ങൾ കിഴക്കോട്ട് ഇറങ്ങി, അപ്പോൾ തെക്കിഴക്ക് അഗ്നി ഓണായി എന്ന് വിശ്വാസമായിരിക്കും, അമിത ടെൻഷനായിരിക്കും. ഒരിക്കലും പാടില്ല. നേരെ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് മുറ്റത്ത് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് റൈറ്റ്. ഇപ്പോൾ തെക്ക് ദർശനം ഉചിതമായ സ്ഥാനത്ത് ഡോർ വരണമെങ്കിൽ നല്ലതേ ഉള്ളൂ. ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അത് ഏറ്റവും നല്ലതാണ്. എത്രയോ പണ്ടത്തെ കുടുംബ വീടുകളെല്ലാം തെക്ക് ദർശനമുള്ള വീടുകളെല്ലാം തന്നെ പണ്ട് കാലത്തുള്ളതല്ലേ, അത് ഒരു കുഴപ്പമില്ല. തീർച്ചയായും. അപ്പോൾ നമ്മുടെ സമയം കൂടെ നോക്കിയാൽ നമുക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച സംശയം, കാരണം അതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കമൻറ്റ് ബോക്സിൽ ഇടുന്നവർ കൃത്യമായ ദിശകൾ കൂടെ സ്പെസിഫൈ ചെയ്യണം. കാരണം നമ്മൾ പറയുന്നത് ആധികാരികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നിങ്ങൾ ഏത് ദിശയിലാണ്, ഏത് സ്ഥാനത്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാൽ കൃത്യമായി മറുപടി രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാം നമ്മൾ ഓരോ എപ്പിസോഡിലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. പൂമുഖം അവസാനിക്കുകയാണ്. നമ്മുടെ ബെല്ലൈക്കൺ അമർത്തണം. അതോടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമസ്കാരം.